ഹായ്, നമുക്കിന്ന് അബ്സ്ട്രാക്റ്റ് അൽജിബ്രയിലെ ഒരു ചോദ്യം നോക്കാം. ചോദ്യം നോക്കിക്കോളൂ. ലെറ്റ് G be a finite abelian group and A, B belongs to G with order of A equal to M and order of B equal to N. Which of the following are necessarily true? G എന്നൊരു ഫൈനൈറ്റ് അബേലിയൻ ഗ്രൂപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. എയും ബിയും ജിയിലെ രണ്ട് എലമെൻസ് ആണ്. എയുടെ ഓർഡർ എമ്മും ബിയുടെ ഓർഡർ എന്നും. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷൻസിൽ ഏതായിരിക്കും ശരി? ഓപ്ഷൻ എ, order of AB equal to Mn, or option 2, order of AB equal to LCM of Mn, option 3, there is an element of G whose order is LCM of Mn, and option 4, order of AB equal to GCD of Mn. നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് ചെയ്ത് നോക്കാം. ഓപ്ഷൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഡെഫിനേഷൻസ് ബേസിക്കലി ഒന്ന് റീകോൾ ചെയ്തെടുക്കാം. ഗ്രൂപ്പിൻ്റെ ഡെഫിനേഷൻ നോക്കിയോളൂ. A group is a set of elements combined with a binary operation like addition or multiplication that satisfies these four properties. ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ക്ലോഷർ. എ എന്നൊരു എലമെൻറ്റും ബി എന്നൊരു എലമെൻറ്റും നമ്മുടെ ഗ്രൂപ്പിലുണ്ടെങ്കിൽ എ ബിയും, എ ബി മീൻസ് എ സ്റ്റാർ ബി ആണ്. അവിടെ ഈ സ്റ്റാറിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഡിഫൈൻ ചെയ്തത് ഓപ്പറേഷൻ ആയിരിക്കും വരുന്നത്. നമ്മൾ അഡീഷനാണ് ഡിഫൈൻ ചെയ്തതെങ്കിൽ എ ബി എന്ന് വെച്ചാൽ എ പ്ലസ് ബി ആയിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ എ ബി മീൻസ് എ ഇൻറ്റു ബി. ഏതായാലും ആ ഒരു എലമെൻറ്റ് നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടാകണം. പിന്നീട് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, ദ ഹോൾ ഓഫ് എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ഇൻറ്റു എ സ്റ്റാർ ദ ഹോൾ ഓഫ് ബി സ്റ്റാർ സി. പിന്നീട് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടാകണം. ഈ ആണ് ഗ്രൂപ്പിലെ ഐഡൻറ്റിറ്റി എലമെൻ്റ് എങ്കിൽ മറ്റേതൊരു എലമെൻറ്റ് എ എടുത്താലും എ സ്റ്റാർ ഇ ഈക്വൽ ടു എ കിട്ടണം. പിന്നീട് ഇൻവേഴ്സ് എലമെൻറ്റ്, ഏതൊരു എ എലമെൻ്റ് എടുത്താലും അതിൻ്റെ ഒരു ഇൻവേഴ്സ് ഉണ്ടായിരിക്കണം. സച്ച് ദാറ്റ് എ എന്ന എലമെൻറ്റും എ ഇൻവേഴ്സ് എന്ന എലമെൻറ്റും ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് ഐഡൻറ്റിറ്റി കിട്ടണം. ഇനി അബേലിയൻ ഗ്രൂപ്പ്. അബേലിയൻ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം എന്നതാണ്. എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ. ഇനി ഓർഡർ ഓഫ് എ ഗ്രൂപ്പ് എന്താണെന്ന് അറിയാമല്ലോ. നമ്പർ ഓഫ് എലമെൻസിൻ്റെ ഗ്രൂപ്പാണ്. ഓർഡർ ഓഫ് ആൻ എലമെൻറ്റ് എന്തായിരിക്കും? സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ സച്ച് ദാറ്റ് എ എൻ ഈക്വൽ ടു ഇ. ഇത് മുമ്പ് ഓപ്പറേഷൻ്റെ കാര്യം പറഞ്ഞതുപോലെ എ എന്നൊരു എലമെൻ്റ് എടുത്താൽ ആ എലമെൻറ്റ് അതിനോട് തന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ വെച്ച് എത്ര തവണ ചെയ്താലാണ് നമുക്ക് ഐഡൻറ്റിറ്റി കിട്ടുക, ആ ഒരു നമ്പറായിരിക്കും ഓർഡർ ഓഫ് ആൻ എലമെൻറ്റ്. ഫോർ എക്സാമ്പിൾ നോക്കാം. Z6 എന്നൊരു ഗ്രൂപ്പ് എടുത്തു. അവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ അഡീഷൻ മോഡുലോ 6 ആണ്. അങ്ങനെയാണെങ്കിൽ 1 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഓർഡർ എന്തായിരിക്കും? അത് നമ്മൾ 6 തവണ ഇങ്ങനെ ആഡ് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് 6 കിട്ടുന്നത്. ആ 6 എന്ന് വെച്ചാൽ ഇവിടെ Z6 വരുമ്പോൾ അത് 0 ആയിട്ട് മോഡ് എടുക്കുമ്പോൾ 0 ആയിട്ട് മാറും. ആ 0 ആണ് നമ്മളുടെ Z6 എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഐഡൻറ്റിറ്റി. അപ്പോൾ ഓർഡർ ഓഫ് 1 എന്ന് വെച്ചാൽ നമുക്ക് 6 ആണ് കിട്ടുക. ഓപ്ഷൻസിലേക്ക് വരാം. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കൂ. ഓർഡർ ഓഫ് എ ബി ഈക്വൽ ടു എം എൻ ആണെന്ന്. അത് നമുക്ക് എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കാം. നമുക്ക് ഗ്രൂപ്പായിട്ട് Z6നെ തന്നെ എടുക്കാം. Z6ൽ അറിയാമല്ലോ ഓപ്പറേഷൻ അഡീഷൻ മോഡുലോ 6 ആണ്. Z6ലെ എലമെൻസും അറിയാമല്ലോ, 0, 1, 2, 3, 4 ആൻഡ് 5. അപ്പോൾ നമുക്ക് രണ്ട് എലമെൻറ്റ്സ് എടുക്കാം. എ ഈക്വൽ ടു 2 ആൻഡ് ബി ഈക്വൽ ടു 4. അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? അവിടെ നമ്മൾ എ സ്റ്റാർ ബി എന്നാണ് എ ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിച്ച് മീൻസ് എയുടെ സ്ഥാനത്ത് നമ്മൾ 2, സ്റ്റാറിൻ്റെ സ്ഥാനത്ത് അഡീഷൻ മോഡുലോ 6, പിന്നെ ബിയുടെ സ്ഥാനത്ത് 4 ആഡ് ചെയ്താൽ നമുക്ക് 6 കിട്ടും. അഡീഷൻ മോഡുലോ 6 ആയതുകൊണ്ട് നമുക്ക് ഇത് ഈക്വൽ ടു 0 എന്ന് എഴുതാം Z6. അതുകൊണ്ട് തന്നെ ഈ ഒരു എലമെൻറ്റ് 6ൻ്റെ ഓർഡർ എന്ന് വെച്ചാൽ നമ്മുടെ Z6ൽ 1 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എം എൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ആദ്യം എമ്മും എന്നും കണ്ടെത്തണമല്ലോ. അപ്പോൾ 2ൻ്റെയും 4ൻ്റെയും ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടി 2ൻ്റെ ഓർഡർ എന്തായിരിക്കും? 2 എന്ന് വെച്ചാൽ 3 തവണ കൂട്ടുമ്പോഴല്ലേ 6 കിട്ടുക. അപ്പോൾ നമുക്ക് 2ൻ്റെ ഓർഡർ 3 എന്ന് എഴുതാം. ഇനി 4ൻ്റെ കാര്യം. 4 3 തവണ കൂട്ടുമ്പോഴാണ് 6ൻ്റെ ഒരു മൾട്ടിപ്പിൾ നമുക്ക് കിട്ടുക.
6ൻ്റെ ഒരു മൾട്ടിപ്പിൾ കിട്ടിയാലല്ലേ അത് മോഡിലോ എടുക്കുമ്പോൾ ഇവിടെ 0 ആയി മാറത്തുള്ളൂ. അപ്പോൾ പിന്നെ 4ൻ്റെ ഓർഡർ 3 എന്ന് കിട്ടി. അപ്പോൾ പിന്നെ mn എന്തായിരിക്കും? 3 × 3 = 9. അപ്പോൾ നമുക്ക് ഓർഡർ ഓഫ് എ ബി = 1 കിട്ടി. mn = 9 കിട്ടി. 1ഉം 9ഉം ഈക്വൽ അല്ലല്ലോ. അപ്പോൾ ഓപ്ഷൻ 1 ഇവിടെ തെറ്റിപ്പോയി. രണ്ടാമത്തെ ഓപ്ഷൻ ഓർഡർ ഓഫ് എ ബി = LCM of mn. ഇവിടെ നമുക്ക് എക്സാമ്പിൾ എടുക്കാം. ഗ്രൂപ്പ് നമുക്ക് Z4 ആയിട്ട് എടുക്കാം. ഒബിയസ്ലി എന്തായിരിക്കും ഓപ്പറേഷൻ വരിക? അഡീഷൻ മോഡിലോ 4 ആയിരിക്കും. നമുക്കിവിടെ 2 എലമെൻറ്റ് എയും ബിയും =1 ആയിട്ട് എടുക്കാം. അത് ഡിസ്റ്റിങ്ക്റ്റ് ആണോ എന്ന് പ്രത്യേകിച്ച് കണ്ടീഷനൊന്നും നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എടുക്കുന്നതിന് പ്രശ്നമില്ല. അങ്ങനെയുള്ളപ്പോൾ എ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ ബി മീൻസ് A*B ആണ്. നമ്മുടെ ഓപ്പറേഷൻ അഡീഷൻ മോഡിലോ 4 ആണ്. അപ്പോൾ 1 പ്ലസ് അഡീഷൻ മോഡിലോ 4 പ്ലസ് 1 = 2 ആണ് കിട്ടുക. ഓർഡർ ഓഫ് എ ബി മീൻസ് ഓർഡർ ഓഫ് 2 ആണ് നമുക്ക് എടുക്കേണ്ടത്. 2 എന്ന് വെച്ചാൽ Z4ലെ ഓർഡർ എന്തായിരിക്കും? 2 ആയിരിക്കും വരിക. അപ്പോൾ ഓർഡർ ഓഫ് എ ബി = 2 എന്ന് കിട്ടും. ഇനി LCM of mn. അതിനുവേണ്ടി ആദ്യം എമ്മും എന്നും കണ്ടെത്തണം. നമ്മൾ എയും ബിയും 1 ആയിട്ടാണ് എടുത്തത്. അപ്പോൾ 1ൻ്റെ ഓർഡർ Z4 എന്തായിരിക്കും? 4 അല്ലേ വരിക. അപ്പോൾ m = 4 കിട്ടും, n = 4 കിട്ടും. LCM of mn means LCM of 4, which will be equal to 4. അപ്പോൾ നമുക്ക് ഓർഡർ ഓഫ് എ ബി = 2 കിട്ടി. LCM of mn = 4 കിട്ടി. രണ്ടും ഈക്വൽ അല്ലല്ലോ. അപ്പോൾ ഓപ്ഷൻ 2ഉം നമുക്കവിടെ തെറ്റാണെന്ന് പറയാം. ഓപ്ഷൻ 3 എന്ന് വായിച്ച് നോക്കിക്കോളൂ. There is an element of G whose order is LCM of mn. ഇത് നമുക്കൊരു റിസൾട്ട് വെച്ചിട്ടാണ് നോക്കേണ്ടത്. ഈ റിസൾട്ട് നോക്കൂ. In a finite abelian group, for elements A and B with orders m and n respectively, there always exists an element in G whose order is LCM of m and n. ഒരു ഫൈനൈറ്റ് അബേലിയൻ ഗ്രൂപ്പിൽ എ ബി എന്ന് പറഞ്ഞ് 2 എലമെൻറ്റ്സ് ഉണ്ട്. സച്ച് ദാറ്റ് ദെയർ ഓർഡേഴ്സ് ആർ m and n ആണെങ്കിൽ ആ എമ്മിൻ്റെയും എന്നിൻ്റെയും LCM ഓർഡറായിട്ട് വരുന്ന ഒരു എലമെൻറ്റ് ഡെഫിനറ്റ്ലി ജിയിൽ എക്സിസ്റ്റ് ചെയ്യും എന്നാണ് ഈ ഒരു റിസൾട്ട് പറയുന്നത്. ഇതൊന്ന് ശ്രദ്ധിക്കണം, കാരണം ഇതെപ്പോഴും പോസിബിൾ അല്ല. ഇത് ഫൈനൈറ്റ് അബേലിയൻ ഗ്രൂപ്പ്സിൽ മാത്രം കണ്ടുവരുന്നൊരു കാര്യമാണ്. നോൺ അബേലിയൻ ഗ്രൂപ്പ്സിൽ ഇത് എപ്പോഴും സത്യമാവണമെന്നില്ല. നമുക്ക് ക്വസ്റ്റ്യനിൽ ഫൈനൈറ്റ് അബേലിയൻ ഗ്രൂപ്പാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ശരിയാണെന്ന് പറയാം. നാലാമത്തെ ഓപ്ഷൻ ഓർഡർ ഓഫ് എ ബി = GCD of mn. ഇവിടെ നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്യാം. നമുക്കിവിടെ നമ്മുടെ ഗ്രൂപ്പായിട്ട് Z6നെ എടുക്കാം. Z6 2 എലമെൻറ്റ്സും നമുക്ക് എടുക്കാം. A = 1ഉം B = 2ഉം. അങ്ങനെയാണെങ്കിൽ ഓർഡർ ഓഫ് എ ബി എന്തായിരിക്കും? ഇവിടെ കോമ ഇല്ല കേട്ടോ. ഓർഡർ ഓഫ് എ ബി എന്ന് വെച്ചാൽ ഓർഡർ ഓഫ് A*B ആണ്. വിച്ച് വിൽ ബി ഈക്വൽ ടു ഓർഡർ ഓഫ് A + B. Z6 എടുത്താൽ ഓർത്തോണം ഇവിടെ അഡീഷനാണ് വരിക. എന്ന് വെച്ചാൽ ഓർഡർ ഓഫ് 1 + 2 ആണ് എടുക്കേണ്ടത്. വിച്ച് മീൻസ് ഓർഡർ ഓഫ് 3. 3 എന്ന് വെച്ചാൽ Z6ൽ എന്തായിരിക്കും ഓർഡർ? 2 അല്ലേ വരിക. 2 തവണയാണ് ആഡ് ചെയ്യുമ്പോൾ 6 കിട്ടുന്നത്. അപ്പോൾ ഓർഡർ ഓഫ് എ ബി എന്ന് വെച്ചാൽ നമുക്ക് 2 കിട്ടി. ഇനി GCD of mn. Order of 1 will be equal to 6. Order of 2 will be equal to 3. അപ്പോൾ m = 6 കിട്ടി, n = 3 കിട്ടി. GCD of mn എന്തായിരിക്കും? GCD of 6 and 3 ആണ്. അതെന്ന് വെച്ചാൽ 3 ആയിരിക്കും കിട്ടുക. അപ്പോൾ ഓർഡർ ഓഫ് എ ബി = 2, GCD of mn = 3. രണ്ടും ഈക്വൽ അല്ലല്ലോ. അപ്പോൾ ഓപ്ഷൻ 4ഉം നമുക്കിവിടെ തെറ്റാണെന്ന് പറയാം. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടിയിരിക്കുന്നത് ഓപ്ഷൻ 3 ആണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.